ഹായ് ഹലോ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഗ്രീൻ പീസ് കറിയാണ് നമ്മൾ വെക്കുന്നത്. ഇത് കുക്കറിൽ അടിച്ച് 3 വിസിലടിച്ച് വേവിച്ച് വെച്ചതാണ്. ഇത് 2 വിസിലടിച്ചു. ഇതാണെങ്കിൽ ക്യാരറ്റും തക്കാളിക്കയും ഉരുളക്കിഴങ്ങും സവാളയും കറിവേപ്പില ഇട്ട് ഇതും വേവിച്ചതാണ്. ഇത് 1 വിസിലേ അടിച്ചുള്ളൂ. അന്നേരം തന്നെ കഷ്ണം എളുപ്പം വെന്തു. ചെറിയ കഷ്ണങ്ങളാക്കിയാണ് അരിഞ്ഞത്. പിന്നെ അതിനോടൊപ്പം ഈ തേങ്ങയും ഈ പെരുംജീരകം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം. തേങ്ങയും പെരുംജീരകവും കൂടി ഇട്ടു. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. നല്ലതുപോലെ അരച്ചു കഴിഞ്ഞു. നമുക്കിതിൽ നിന്ന് കടുക് വറുക്കാം. കടുക് വറുക്കാനൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് കടുക് വറുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി വെളിച്ചെണ്ണ ചൂടാവുമ്പം അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ച് എടുക്കാം. കടുകിട്ട് ഉള്ളി ഒരു ബ്രൗൺ കളറാവുമ്പോൾ അതിലേക്ക് നമുക്ക് മുളകും കറിവേപ്പിലയും കൂടെ ഇടാം. ഒരു ബ്രൗൺ കളറായി അതിലേക്ക് നമ്മൾ എന്നിട്ട് നല്ലതുപോലെ ഇളക്കണം. എന്നിട്ട് അതിലേക്ക് ശകലം മഞ്ഞപ്പൊടി ഇടണം. പിന്നെ അല്പം മല്ലിപ്പൊടി ഇടണം. പിന്നെ അല്പം മുളക് പൊടിയും കൂടെ ഇടണം. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടണം. ഇത് നല്ലതുപോലെ ഇളക്കണം. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങ ഇതിലേക്ക് ഒഴിക്കാൻ. ഇത് തിളച്ചു. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഒഴിക്കുന്നു. എന്നിട്ട് നല്ലത് തീ കുറച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കണം. തേങ്ങ നല്ലത് അതിനുശേഷം നമ്മൾ തിളയ്ക്കേണ്ട, ഒന്ന് ഇളക്കിയാൽ മതി ചെറിയ ചൂടിൽ. അങ്ങനെ നമ്മൾ ആവശ്യത്തിന് ഇളക്കി കൊടുത്തു. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡിയാണ്. നല്ല രുചിയുള്ള ഗ്രീൻ പീസ് കറിയാണത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇത് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ. അടുത്ത വീഡിയോയുമായി നാളെ കാണാം. ഓക്കെ, ബൈ.